നീ ഉറങ്ങിയില്ല കരുണേ? എനിക്ക് ഉറക്കം വരുന്നില്ല ഓരോന്നാലോചിച്ചിട്ട്. കല്യാണത്തിന് ശേഷം ഞാൻ എന്തൊക്കെ പ്ലാൻ ചെയ്താലും അതൊക്കെ പൊളിയുവാ. നീ ഇതൊന്നും മനസ്സിൽ വെച്ചോണ്ടിരിക്കണ്ട മോളെ. അവക്ക് എത്ര തവണയാ കണ്ണേട്ടൻ വില കൂടിയ ഡയമണ്ട് നെക്ലേസ് കൊടുത്തത്? ഒരിക്കലെങ്കിലും എനിക്ക് അതുപോലൊരു സമ്മാനം തരാൻ ഉണ്ണിയെന്നെ കൊണ്ട് പറ്റിയോ? എന്റെ കണക്കൂട്ടലൊക്കെ പിഴച്ചിരിക്കുക. ഈ സ്വത്തുക്കളെല്ലാം കണ്ണേട്ടന്റെ പേരിലാണെന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞതാ. എന്നാ മേൽനോട്ടവും സൈനിങ് അതോറിറ്റിയും മാത്രമേ ഉള്ളൂന്നാ ഉണ്ണിയേട്ടനും ഉണ്ണിയേട്ടന്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ലാഭത്തിന്റെ ഒരു ഷെയർ ഉണ്ണിയേട്ടന് അവകാശപ്പെട്ടതല്ലേ? അല്ല, അത് കമലേശ്വർ എന്ന പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും അംഗങ്ങളാണ്. അവിടെ പക്ഷേ കണ്ണേട്ടനറിയാതെ ഒരു പൈസ പോലും ആർക്കും എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അയാളുടെ മുമ്പിൽ കൈ നീട്ടണോ അല്ലേ? എനിക്കായിട്ട് മാസം ഒരു തുക സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. അത് സാലറി അല്ല, അയാള് തരുന്ന ഭിക്ഷയാ. ഈ കുടുംബം നടത്തുന്നത് പോലും അയാളുടെ പണം കൊണ്ടാ. അങ്ങനെയൊന്നും അല്ല കരുണേ. അങ്ങനെ അല്ലെങ്കിലേ ഉണ്ണിയേട്ടൻ അവൾക്ക് കിട്ടിയതിനേക്കാളും വിലപിടിപ്പുള്ള ഓർണമെന്റ്സ് എനിക്ക് തരണം. എന്റെ കഴുത്തി കിടന്ന് അത് തിളങ്ങണം. അതിന് ഉണ്ണിയേണ്ണെ കൊണ്ട് പറ്റുമോ? പറ്റും. ഞാൻ എന്റെ സ്വർണ്ണാഭരണങ്ങൾ തന്നിട്ട് അതിന് പകരം ഒരു നെക്ലേസ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ ഉണ്ണിയേട്ടൻ ചിലപ്പോ വാങ്ങിച്ചോണ്ട് വന്നിരിക്കും. അല്ലാതെ സ്വന്തം പൈസ എടുത്ത് ഉണ്ണിയേണ്ണൻ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റുമെന്നാ ഞാൻ ചോദിച്ചത്. നോക്കട്ടെ, നീ ഇപ്പൊ കിടക്ക്. ഉണ്ണിയേട്ടൻ കിടക്ക്. എനിക്കിന്നിനി ഉറക്കം വരില്ല. എന്റെ മുത്തശ്ശി പറഞ്ഞതാ സത്യം. ആ അയ്യപ്പനാ അവളുടെ ഭാഗ്യം. അതുകൊണ്ടുപോയി പുഴയിൽ എറിഞ്ഞിട്ടും അത് വീണ്ടും അവളുടെ കയ്യിൽ തന്നെ വന്നു. ദൈവങ്ങൾ പോലും അവക്ക് കൂട്ടാ. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഒന്നും. അതെ, 28-ാം തീയതി ഒരു പ്രത്യേകതയുണ്ട്. എന്താന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ? ആ അതെ. അന്നെങ്കിലും എന്നെ തൃപ്തിപ്പെടുത്താൻ പാകത്തില് എന്തെങ്കിലും തരാൻ എന്റെ ഭർത്താവിന് കഴിയോ? നോക്കാം. നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അന്നും ചിലപ്പോ എന്നെ കൊച്ചാക്കാൻ വേണ്ടി അവക്ക് കൊണ്ടുപോയി കൊടുക്കും. അയാള് കനം കൂടിയ തൂക്കം കൂടിയ സ്വർണം. അതിനപ്പുറം ഇനി ഒന്നും പ്രതീക്ഷിക്കണ്ട. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.